ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു വാർത്ത. അത് തമിഴ്നാട്ടിൽ നിന്നാണ് പക്ഷേ വരുന്നത്. ഹേമ കമ്മിറ്റി ഇഫക്റ്റ് തമിഴ്നാട്ടിലും ഉണ്ടായി എന്നതാണ് പുതിയ വാർത്ത. ലൈംഗിക അതിക്രമങ്ങളിൽ നടപടിയെടുക്കാൻ തമിഴ് സിനിമാ താരങ്ങളുടെ സംഘടനയായ നടികർ സംഘം തീരുമാനമെടുത്തു. ആർജവത്തോടുകൂടി തീരുമാനമെടുത്തു എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. ലൈംഗിക അതിക്രമ പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിനിമയിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള യോഗത്തിലാണ് നടികർ സംഘത്തിന്റെ പ്രത്യേകമായ തീരുമാനം. 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനവും നടികർ സംഘം എടുത്തിട്ടുണ്ട്. ജി പ്രസാദ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്ന. അതിനു മുമ്പ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി. ശരി, പ്രതികരണങ്ങളിലേക്ക് നമുക്ക് എത്താം. ജി പ്രസാദ് കുമാറുണ്ട്. പ്രസാദ്, ഈ നടികർ സംഘത്തിന്റെ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 5 വർഷം വരെ വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്താൻ കഴിയുന്ന ആർജവത്തോടുകൂടിയുള്ള തീരുമാനം അവർ എടുക്കണമെങ്കിൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഊർജ്ജമാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 1 ഇഞ്ച് പോലും സർക്കാരോ പോലീസോ അനങ്ങിയിട്ടില്ല. അതിനുശേഷം വന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പരിതാപകരമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് അവിടുത്തെ സിനിമാ പ്രവർത്തകർ ഇത്തരം പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത്? രതീഷ്, അതാണ് കാര്യം. കാരണം ഒരു ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വമാണ് തമിഴ് നടികർ സംഘത്തിനുള്ളത്. നാസറും അതുപോലെ തന്നെ വിശാലും കാർത്തിയും നായകത്വം വഹിക്കുന്ന നടികർ സംഘമാണ് ഇത്തരമൊരു വലിയൊരു തീരുമാനം, സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 7 തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ലൈംഗികാതിക്രമം സിനിമാ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായി അത് തെളിയിക്കപ്പെട്ടാൽ അവർക്ക് 5 വർഷം വരെ സിനിമയിൽ നിന്ന് വിലക്കുണ്ടാക്കും എന്നാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമായി വന്നിട്ടുള്ളത്. മൊത്തം 7 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇത്. മറ്റൊന്ന്, ഇവർക്ക് ഈ ബാധിക്കപ്പെട്ട ആൾക്ക് ഇരകൾക്ക് നിയമസഹായത്തിനുള്ള എല്ലാ കാര്യങ്ങളും നടികർ സംഘം തന്നെ നോക്കും. അതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്ന പരിഹാര കമ്മിറ്റിക്കായി ഒരു പ്രത്യേക ഇമെയിലും ഫോൺ നമ്പറുണ്ട്. അതിൽ ഇവർക്ക് ഈ അതിക്രമം ഉണ്ടായ ഇരകൾക്ക് ഈ നമ്പറിലോ അല്ലെങ്കിൽ മെയിലിലൂടെയോ പരാതികൾ അറിയിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സൈബർ പോലീസിൽ അറിയിക്കാനുള്ള സംവിധാനങ്ങളും നിയമ നടപടികൾക്കും ഈ നടികർ സംഘം തന്നെ സഹായം നൽകും. ഇതുപോലെ ഈ പരാതി അറിയിക്കാൻ ഉള്ള നിയമ പോരാട്ടത്തിന് സഹായം നൽകുന്ന പോലെ തന്നെ യൂട്യൂബിലൂടെയും മറ്റും താരങ്ങൾക്ക് ഇത്തരം പരാതികൾ ഉണ്ടെങ്കിൽ അക്കാര്യത്തിനും പരാതി നൽകാനുള്ള സഹായം പോലീസിൽ നിന്നുണ്ടാകും. മറ്റൊരു മുന്നറിയിപ്പ് ഈ താരങ്ങൾ കൂടെ ഈ നടികർ സംഘം നൽകുന്നുണ്ട്. കാരണം ആദ്യം ഈ പരാതി നടികർ സംഘത്തിൽ നൽകാതെ ആദ്യം പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടെ താരങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നല്ലാതെ ഇത്തരമൊരു നിർണായകമൊരു തീരുമാനം അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയൊരു നടപടി എടുക്കാൻ അമ്മയോ അല്ലെങ്കിൽ മറ്റേ ഫെഫ്കയോ മറ്റുള്ള സംഘടനകൾ മടിക്കുന്ന സമയത്ത് നടികർ സംഘം ശക്തമായ ഒരു നിലപാടെടുക്കുകയും അതിലൂടെ മുന്നോട്ട് പോയി ഇത്തരമൊരു ഇന്റേണൽ അസസ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രശ്ന പരിഹാര കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:30ക്കാണ് ചെന്നൈയിൽ നടികർ സംഘത്തിന്റെ യോഗം ചേർന്നത്. അതിലാണ് സുപ്രധാനമായ പ്രസാദ് ചെന്നൈയിൽ മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടറായിരുന്നു, പ്രതിനിധിയായിരുന്നു. അവിടുത്തെ സിനിമാ മേഖലയിലെ ആളുകളുമായൊക്കെ വലിയ അടുപ്പമുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട നടൻ്റെ ഭാര്യ തന്നെ തനിക്കെതിരെ മോശമായ പെരുമാറ്റമുണ്ടായി സെറ്റിൽ വെച്ച് എന്ന് കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത്. അത്തരം വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട്. ഇത്തരം വെളിപ്പെടുത്തലുകളിൽ ഈ സംഘടനയുടെ നിലപാടെന്താണ്? ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളോട് പറയാതെ ഈ സംഘടനയെ അറിയിക്കണമെന്നാണോ, അതോ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നാണോ? മറ്റൊരു തരത്തിൽ മൂടി വയ്ക്കുന്ന ശ്രമം അവിടെ ഉണ്ടോ, അതോ അമ്മയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥിതിയാണോ ഇന്നത്തെ തീരുമാനത്തിന്? ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് വിശാലാണ്, നടൻ വിശാലാണ്. ഒപ്പം പ്രസിഡന്റ് നാസറും. ഈ കാർത്തിയാണ് ട്രഷറർ. ഈ 3 പേരും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് തുടക്കം മുതലേ എടുക്കുന്ന ആൾക്കാണ്. പ്രത്യേകിച്ച് വിശാലിൻ്റെ കാര്യത്തിൽ ഇത്തരം ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും വെച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്ന ആളാണ്. സിനിമയിലെ എല്ലാ തരം പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്ന ലൈംഗിക അതിക്രമം മാത്രമല്ല സാമ്പത്തികമായും മറ്റു എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് ആദ്യം മുതലേ വാദിക്കുന്ന ഒരാളാണ് വിശാൽ. അതിനാൽ തന്നെ വിശാലിൻ്റെ നേതൃത്വത്തിൽ ഈ നടികർ സംഘം നിൽക്കുന്ന സമയത്ത് ഇത്തരം ഒരു അനധികൃതമായ ഇടപാടുകളും ലൈംഗിക അതിക്രമം മാത്രമല്ല സാമ്പത്തികമായാലും മറ്റ് തട്ടിപ്പുകളായാലും ഒന്നിനും തന്നെ ചെവികൊള്ളാൻ വിശാൽ ഉണ്ടാവില്ല. അതിന് സ്ത്രീകളാണ്, ആരാണോ പരാതിക്കാർ അവർക്കൊപ്പം നിൽക്കും. ഇത്തരം മൂടി വയ്ക്കാനല്ല. വിശാൽ പറയുന്നത് മുന്നറിയിപ്പ് ആദ്യം നിങ്ങൾ പരാതി പോയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പറയേണ്ടത്, ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതി നൽകുക എന്നുള്ളതാണ്. അതിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് പ്രശ്നമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. പക്ഷേ ആദ്യം പരാതി നൽകേണ്ടത് ഇതിലാണ്. അതിനുശേഷം പോലീസിൽ പരാതി നൽകാം, പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകാം എന്നുള്ള രീതിയിലാണ് നിയമ നടപടി കറക്റ്റായി തന്നെ ഇപ്പോൾ കോട്ടെ എന്നാണ് വിശാലിന്റെയും കാർത്തിയുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നടന്മാർ, അഭിനേതാക്കളൊക്കെ ഇക്കാര്യങ്ങളിലൊക്കെ പ്രതികരണം, അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് ആരോ ഒന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ രാവിലെ വായിച്ചിരുന്നു.
ഇപ്പോൾ കമൽഹാസനുണ്ട്, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നു. വിജയ് ഉണ്ട്, പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി. രജനീകാന്ത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന മോഹം അവസാനിപ്പിച്ചയാളുമാണ്. ഇവരൊക്കെ ഇത്തരം നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുമോ? അത്തരം പരസ്യ പിന്തുണ അവിടെ നിന്ന് ഉണ്ടാകുമോ? അതോ ഇതൊരു പുതിയ മുന്നേറ്റം എന്ന നിലയിലാണോ അവിടുത്തെ സിനിമാ സംഘടന, അവരുടെ പുതിയ നേതൃത്വം ഇങ്ങനെയൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത്? രതീഷ്, മലയാളത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നടികർ സംഘം അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ സംഘടനയാണ് തമിഴ്നാട്ടിലെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം, സുരേഷ് ഗോപി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. പക്ഷേ അവിടെ രജനീകാന്തും കമൽഹാസനും ഇല്ലെങ്കിൽ ഈ നടികർ സംഘം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അവരുടെ ആരുടെയും വലിയ സൂപ്പർ താരങ്ങളുടെ പിന്തുണയില്ലാതെയും നടികർ സംഘം ഏറെ കാലമായിട്ട് ഈ വിശാലിനെ പോലുള്ള യുവ താരങ്ങളാണ് ഈ നടികർ സംഘത്തെ നയിക്കുന്നത്. അതിനാൽ തന്നെ മറ്റ് കമലഹാസനോ രജനീകാന്തോ അല്ലെങ്കിൽ വിജയോ സൂര്യയോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ ഈ നടികർ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി അവർക്കുണ്ട് എന്ന് കാലങ്ങളായിട്ട് തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മറ്റാരുടെയും തന്നെ പിന്തുണ, രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെയും തന്നെ പിന്തുണ ആവശ്യമില്ല. കാരണം ജയലളിത മരിക്കുന്ന സമയത്തും ശക്തമായ നിലപാടെടുത്ത സംഘടനയാണ് നടികർ സംഘം. അന്നും വിശാലും നാസറും ഒക്കെ ഇതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് ഉണ്ടായിരുന്നു. വിശാൽ തന്നെ ഇങ്ങനെ പോരാടി വന്നാണ് നടികർ സംഘത്തിലെ പഴയ നമ്മുടെ ഇപ്പോഴത്തെ അമ്മയിലെ പോലെ സൂപ്പർ താരങ്ങളുടെ അപ്രമാദിത്വത്തിനെതിരെ പോരാടി നടികർ സംഘം ഒരു ഘട്ടത്തിൽ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പോരാടി വന്ന ഒരു താരമാണ് വിശാൽ. അങ്ങനെയാണ് ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്നത്. അതിനാൽ വിശാലിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘടന നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയമായ ഒരു കാര്യങ്ങളും ഇവിടെ ഏൽക്കാൻ സാധ്യതയില്ല. ശക്തമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും.